ഹായ് ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ കണ്ടത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ക്ലാസിക്കൽ ജോമെട്രീനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്ന കാര്യമായിരുന്നു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇൻ്റഗ്രേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വോളിയം, ഏരിയ ഒക്കെ കണ്ടുപിടിക്കാനാണ്. എ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ a to b f of x dx. ഇവിടെ സ്മോൾ എ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും ബി എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൻ്റ് ആൻഡ് എക്സ് ഈസ് ദ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനിൽ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷന് ഇമ്പോർട്ടൻസ് ഇല്ല. ദാറ്റ് ഈസ് എക്സിൻ്റെ സ്ഥാനത്ത് വൈ വന്നാലും ടി വന്നാലും യു വന്നാലും സെയിം തന്നെയാണ്. നമ്മൾ ആ ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എങ്ങനെ ലിമിറ്റ് ഓഫ് എ സം ആയിട്ട് കണ്ടുപിടിക്കാമെന്നും പിന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ട പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എങ്ങനെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പിന്നെ അവസാനം നമുക്ക് കുറച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസും നോക്കാനുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് എ സം എങ്ങനെയാണെന്ന് നോക്കാം. Consider a continuous function f of x defined on the closed interval a comma b. For the simplicity, assume that f of x has only non-negative values on the closed interval a comma b. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമായിട്ട് നിൽക്കും. ഓക്കെ, ഇന്റഗ്രേഷൻ ഈസ് നോൺ ആസ് ദി കണ്ടിന്യൂസ് സമ്മേഷൻ, ഇസ് ദ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് സമ്മേഷൻ. ഓക്കെ, the definite integral a to b f of x dx is the area bounded by the curve y is equal to f of x, the ordinates x equal to a, x equal to b and the x-axis. Okay, that is p q s r is the area we wanted. Okay, we have to calculate it. First, we divide the interval closed interval a comma b into n equal subintervals which have length h, which is equal to b minus a divided by n. That is, h is equal to b minus a divided by n is the length of the each subinterval. The subintervals are closed interval x0 to x1, closed interval x1 to x2, etc. closed interval xr minus 1, xr, etc. and closed interval xn minus 1, xn. ഇവിടെ x0 എന്ന് പറയുന്നത് a നോട് ഈക്വൽ ആയിരിക്കും, xn എന്ന് പറയുന്നത് b നോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ നമ്പർ ഓഫ് സബ് ഇൻ്റർവൽസ് കൂടുന്തോറും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് ഈച്ച് സബ് ഇൻ്റർവൽ ഡിക്രീസസ് ആൻഡ് അപ്രോച്ചസ് ടു 0. അങ്ങനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് എ സം ആണ് നോക്കുന്നത്. ഓക്കെ, നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ലിമിറ്റിംഗ് വേരിയബിൾ h ആക്കിയിട്ടും ലിമിറ്റിംഗ് വേരിയബിൾ n ആക്കിയിട്ടും. h ആക്കി ചെയ്യുമ്പോൾ h ടെൻസ് ടു 0-ലായിരിക്കും, n-ൽ ചെയ്യുമ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലായിരിക്കും. സോ ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു f of a പ്ലസ് f of a പ്ലസ് h പ്ലസ് എക്സെട്ര പ്ലസ് f of a പ്ലസ് n മൈനസ് 1 ഇൻറ്റു h ആണ്. ഇൻ ടേംസ് ഓഫ് n-ലാണെങ്കിൽ integral a to b f of x dx equal to b minus a into limit n tends to infinity 1 by n into f of a plus f of a plus h plus etc. plus f of a plus n minus 1 into h. Okay, here the f of a represents the height of each subinterval f of a plus h etc. f of a plus n minus 1 into h represents the height of each subinterval. Okay, we know that the relation between h and n, that is h is equal to b minus a divided by n, that is
ആസ് h ടെൻസ് ടു 0 n ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആസ് ലിമിറ്റ് ഓഫ് സം. ഇൻ്റഗ്രൽ 1 to 4 x സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ്. നമുക്കിതിനെ എച്ചിൻ്റെ ലിമിറ്റിൽ തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം. ബൈ ഡെഫിനിഷൻ വി നോ ദാറ്റ് ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. ഓക്കെ, നമ്മൾ എന്താ ഇൻ്റഗ്രേഷനിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരോ പാർട്ടാക്കി മുറിച്ചു, സബ് ഇൻ്റർവൽസ് ആയിട്ട് മുറിച്ചിട്ട് ഓരോ പാർട്ടിൻ്റെയും ഏരിയ കണ്ടിട്ട് അതിനൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ ഹോൾ ഏരിയ കണ്ടുപിടിക്കുന്നത്. അതാണ് ഇൻ്റഗ്രേഷൻ്റെ മെയിൻ കൺസെപ്റ്റ്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് എ ആയിട്ട് തന്നിട്ടുള്ളത് 1 ആണ്, ബി ആയിട്ട് തന്നിട്ടുള്ളത് 4 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ആണ്. എച്ച് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഈസ് 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ. എച്ച് ഈസ് ഈക്വൽ ടു 3/n എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 1 to 4 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് എ സ്ക്വയർ മൈനസ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് എ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എ പ്ലസ് എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് വരും എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുത്ത എഫ് ഓഫ് എ കിട്ടും, എ പ്ലസ് എച്ച് കൊടുത്ത എഫ് ഓഫ് എ പ്ലസ് എച്ച് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, എൻ എ സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് എ സ്ക്വയർ ഫസ്റ്റ് ഇൻ്റർവെല്ലിലുണ്ട്, സെക്കൻഡിലും എ സ്ക്വയർ കിട്ടും. അങ്ങനെ അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എൻ എ സ്ക്വയർ മൈനസ് എൻ എ പ്ലസ് 2ah ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 മൈനസ് എച്ച് ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് നമുക്ക് നേരത്തെ സ്റ്റെപ്പിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്താൻ കഴിയും. ഇനി അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു 2h ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 മൈനസ് എച്ച് ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ എൻ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, എയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. സോ എൻ തന്നെ ആയിരിക്കും അതിൻ്റെ വാല്യൂ. എൻ എ എന്ന് പറയുന്നതും എൻ തന്നെ ആയിരിക്കും. സോ 1 മൈനസ് 1 0, അത് ക്യാൻസലായി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു 2h ഇൻറ്റു നമുക്ക് ആദ്യത്തെ എൻ മൈനസ് 1 ടേംസിൻ്റെ സമ്മാണ് കണ്ടത് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1. സോ ആദ്യത്തെ എൻ മൈനസ് 1 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n ഇൻറ്റു എൻ മൈനസ് 1/2. നമ്മൾ പഠിച്ചിട്ടുള്ളത് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആണ്, ദാറ്റ് ഈസ് n ഇൻറ്റു എൻ പ്ലസ് 1/2. ഇവിടെ n മൈനസ് 1 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വരെ മതി. സോ ഇറ്റ് വിൽ ബി n ഇൻറ്റു എൻ മൈനസ് 1/2. ഓക്കെ, മൈനസ് h ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1, അതും എന്തായിരിക്കും n ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ 2 പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ളത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ ആയിരുന്നു. നമുക്കറിയാം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും n ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ n-1 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എങ്ങനെയായിരിക്കും? n-1 ഇൻറ്റു n ഇൻറ്റു 2n-1 ഡിവൈഡ് ബൈ 6 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h സ്ക്വയർ ഇൻറ്റു ആ പുറത്തുള്ള എച്ചിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. h സ്ക്വയർ ഇൻറ്റു 3/h ഇൻറ്റു 3/h മൈനസ് 1 മൈനസ് h സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3/h ഇൻറ്റു 3/h മൈനസ് 1 പ്ലസ് h ക്യൂബ് ഇൻറ്റു 3/h മൈനസ് 1 ഇൻറ്റു 3/h ഇൻറ്റു 2 ഇൻറ്റു 3/h മൈനസ് 1 ഡിവൈഡഡ് ബൈ 6. ഇവിടെ 3/h എന്ന് പറയുന്നത് എന്നിൻ്റെ സ്ഥലത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 3/h. ഓക്കെ, നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് എച്ചുകളൊക്കെ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 3 ഇൻറ്റു 3 മൈനസ് h മൈനസ് 3/2 ഇൻറ്റു 3 മൈനസ് h പ്ലസ് 3/6 ഇൻറ്റു 3 മൈനസ് h ഇൻറ്റു 6 മൈനസ് h എന്ന് കിട്ടും. അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 9 മൈനസ് 3h മൈനസ് 9/2 പ്ലസ് 3h/2 പ്ലസ് 9 മൈനസ് 9h/2 പ്ലസ് h സ്ക്വയർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 6h പ്ലസ് h സ്ക്വയർ ബൈ 2 പ്ലസ് 27 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, h ടെൻസ് ടു 0 ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 6 ഇൻറ്റു 0 പ്ലസ് 0/2 plus 27 divided by 2. So the limit value will be 27 divided by 2. This value is the definite integral value of what we want to calculate. That is, this is the 27 divided by 2 is the area of the curve x square minus x bounded by x equal to 1 and x equal to 4 lines. Okay, and the x-axis. Okay, now we want to discuss some fundamental theorem of calculus. Okay, first fundamental theorem of integral calculus. Let f be a continuous function on the closed interval a comma b and capital A of x എന്ന് പറയുന്നത് be the area function. Then a dash of x എന്ന് പറയുന്നത് derivative of a of x എന്ന് പറയുന്നത് will be the f of x, will be the function f of x. Okay, for all x belongs to closed interval a comma b. അടുത്തതാണ് സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കാരണം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ സോൾവ് ചെയ്യാൻ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് അതാണ്. എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി ആൻഡ് ക്യാപിറ്റൽ എഫ് ബി ദ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ എഫ്. സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ്. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ടു ദ ലിമിറ്റ് എ ടു ബി ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അടുത്ത പ്രോബ്ലത്തേക്ക് കിടക്കാം. ഓക്കെ, ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 0 to 1 x into e raised to x square dx. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആ ഇൻ്റഗ്രലിനെ ഐ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഐ ഈസ് ഈക്വൽ ടു 0 to 1 x into e raised to x square dx. നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് ഇ റേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് 1/2 ഇ റേസ് ടു എക്സ് സ്ക്വയർ. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് ഒന്നും നോക്കാതെ ജസ്റ്റ് ഇൻ്റഗ്രൻറ്റിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? 1/2 ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ ആണ്. അതാണ് നമ്മുടെ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, therefore by second fundamental theorem we get I is equal to the integral
0 to 1 x e raised to x square dx എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് 1 മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് 0. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/2 ഇ റേസ് ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സിന് സ്ഥാനത്ത് 1 കൊടുത്താൽ ക്യാപിറ്റൽ എഫ് ഓഫ് 1 കിട്ടും. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു ഇ റേസ് ടു 1 സ്ക്വയർ, 1 സ്ക്വയർ ഈസ് 1, 1/2 ഇ, ഓക്കെ, മൈനസ് എഫ് ഓഫ് 0. ക്യാപിറ്റൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1/2 e raised to 0 square, that is 1/2 into 1, which is equal to 1/2 into e minus 1. ഓക്കെ, ഇവിടെ നമ്മൾ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം യൂസ് ചെയ്തിട്ടാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്തത്. അടുത്തത് നമുക്ക് എവല്യൂഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എങ്ങനെ നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ അതിൻ്റെ പ്രോസസ്സൊക്കെ പഠിച്ചതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ ഇൻറ്റഗ്രൻറ്റിനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സോ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈയോ കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനെ എന്നിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ലിമിറ്റ് കൊടുക്കുന്നതിനെക്കാട്ടും മുമ്പ് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യാറ്. ലിമിറ്റിൻ്റെ കാര്യം മാത്രമേ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളൂ. ആ ലിമിറ്റ് കാര്യം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യും. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് നോക്കേണ്ടത് ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ 0 to 1 സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ലെറ്റ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് ടാൻ തീറ്റ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ള 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാവും. നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് സൈൻ 2 തീറ്റ എഴുതാം. ജസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണത്. ഓക്കെ, ന്യൂ ലിമിറ്റ്സ് ആർ, നമ്മൾ ലിമിറ്റും കൂടി ഇവിടെ ചേഞ്ച് ചെയ്യണം. ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ വരുമ്പോൾ ലിമിറ്റും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും നമുക്ക്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, വെൻ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? π/4 ആയിരിക്കും. ടാൻ π/4 ആണ് 1 വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് വേരീസ് ഫ്രം 0 to 1 എന്നുള്ളത് നമ്മുടെ പുതിയ വേരിയബിളിൽ എന്തായിരിക്കും? ആ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to π/4 ആണ്. നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ലിമിറ്റ് അടക്കം മാറ്റി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഇൻ്റഗ്രൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ട് തിരിച്ച് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒറിജിനൽ വേരിയബിളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് ലിമിറ്റ് കൊടുത്ത് അങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. ഓക്കെ, therefore integral 0 to 1 sin inverse of 2x divided by 1 plus x square dx എന്ന് പറയുന്നത് എന്തായി? integral 0 to π/4 sin inverse of sin 2 theta into sec square theta d theta എന്നായി, which is equal to integral 0 to π/4 2 theta into sec square theta d theta എന്നായി, which is equal to നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പഠിച്ചാണ്. ആ 2 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. 2നെ പുറത്തേക്ക് എടുത്തു. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/4 തീറ്റ ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ. അതിൽ തീറ്റനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുത്തു, സീക്ക് സ്ക്വയർ തീറ്റനെ സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, സോ thus we get which is equal to 2 into ബ്രാക്കറ്റിൽ തീറ്റ ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റയുടെ ഇൻ്റഗ്രൽ ടാൻ തീറ്റ ടു ദ ലിമിറ്റ് 0 to π/4 മൈനസ് ഇൻ്റഗ്രൽ 0 to π/4 തീറ്റയുടെ ഡെറിവേറ്റീവ് 1 സിക്സ് സ്ക്വയർ തീറ്റയുടെ ഇൻ്റഗ്രൽ ടാൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ ടാൻ തീറ്റ മൈനസ് ലോഗ് മോഡ് സീക്ക് തീറ്റ. ഇൻ്റഗ്രൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റയാണ്, ലോഗ് സീക്ക് തീറ്റയാണ്. ഓക്കെ, ടു ദ ലിമിറ്റ്സ് 0 to π/4. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു
π/4 മൈനസ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു π/4 മൈനസ് ലോഗ് √2 മൈനസ് 0 മൈനസ് 0 ഇറ്റ് ഈസ് ഈക്വൽ ടു π/2 മൈനസ് ലോഗ് 2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കാനുള്ളത് നമുക്ക് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി ആണ്. ദാറ്റ് ഈസ് വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷനിൽ പ്രത്യേകതയില്ല. എക്സിൻ്റെ സ്ഥാനത്ത് ടി കൊടുത്താലും ടീൻ്റെ സ്ഥാനത്ത് യു കൊടുത്താലും വി കൊടുത്താലും എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, നമ്മൾ ആ ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇൻ പർട്ടിക്കുലർ ഇന്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് എയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് ഇന്റഗ്രൽ വിൽ ബി ഡെഫിനറ്റ്ലി ഈക്വൽ ടു 0. ഓക്കെ, ഇന്റഗ്രൽ എ, ഈ പ്രോപ്പർട്ടി എന്താ പറയുന്നത് വെച്ചാൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ലിമിറ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് സൈനും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും നമ്മൾ. ഓക്കെ, P2 എന്ന് പറഞ്ഞ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അടുത്ത പ്രോപ്പർട്ടി P3 ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് P3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. P3 P4 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. P4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ ഈ P4 എന്ന് പറയുന്നത് P3യുടെ തന്നെ ജസ്റ്റ് ഒരു ബിൻ്റെ അവിടെ എ ആയി എൻ്റെ അവിടെ 0 ആയി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ P4ൽ. ഓക്കെ, P4 ആണ് കൂടുതൽ നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാറുള്ളത്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, P5 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് 2a മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി P6 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 2a മൈനസ് എക്സ് ആണെങ്കിൽ എന്തായിരിക്കും? 2 ഇൻറ്റു 0 ടു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. അല്ല, എഫ് ഓഫ് 2a മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ ഇന്റഗ്രലിൻ്റെ വാല്യൂ ഇന്റഗ്രൽ 0 ടു 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും വെച്ചിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ then we can say that f is a even function. Example for even function എന്ന് പറയുന്നത് cos function ആണ്. We know that cos of minus x equal to cos x. Okay, ഒരു ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. എക്സാമ്പിൾ ഈസ് സൈൻ എക്സ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഈവൻ കേസിലുള്ള ഇന്റഗ്രേഷൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഓഡ് കേസ് ആകുമ്പോൾ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് അത് ക്യാൻസൽ ആയി പോവുകയാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടിയും ചെയ്യണം. ഇവാലുവേറ്റ് പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുക. അത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ പ്രോപ്പർട്ടിയും എഴുതി പഠിക്കുക. അപ്പോൾ നമ്മൾ ആ പ്രോപ്പർട്ടി വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കും. ഈ P2 പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സിംപ്ലിസിറ്റി ആവാൻ, അതായത് പ്രോബ്ലം കുറെ കൂടി എളുപ്പത്തിൽ ചെയ്യാനാണ് നമ്മൾ P2 പ്രോപ്പർട്ടി ഒക്കെ കൂടുതലും നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ -1 to 2 mod of x cube minus x dx. ഇവിടെ നമുക്ക്
യൂസ് ചെയ്യേണ്ടത് പ്രോപ്പർട്ടി 2 ആണ് മെയിൻലി യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രോപ്പർട്ടി 2 യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഇവിടെ നമുക്കറിയാം മോഡ് എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇന്റർവെൽ -1 to 2 എങ്ങനെ വേരി ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനൊന്ന് ഗ്രാഫ് ചെയ്ത് നോക്കുക. ഓക്കെ, ഗ്രാഫ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ക്ലോസ് ഇന്റർവെൽ -1 to 0 വരെ എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഗ്രാഫ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ക്ലോസ് ഇന്റർവെൽ 0 to 1 എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ആക്സിന് താഴെയാണ് ക്ലോസ് ഇന്റർവെൽ 0-1 നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, ആൻഡ് എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഓൺ ക്ലോസ് ഇന്റർവെൽ 1 to 2. നമ്മൾ മോഡ് എക്സ് ക്യൂബ് മൈനസ് എക്സ് അല്ല ഗ്രാഫ് ചെയ്ത് നോക്കണം, എക്സ് ക്യൂബ് മൈനസ് എക്സ് ആണ് നമ്മൾ ഗ്രാഫ് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്കിനി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കറിയാം ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ആ ലിമിറ്റിനെ നമ്മൾ ഒരു ഇടയിലുള്ള ഒരു പോയിന്റ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അത് രണ്ടും സെപ്പറേറ്റ് ഇന്റഗ്രൽസ് ആയിട്ട് ചെയ്ത് ആഡ് ചെയ്താൽ മതി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് വരുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇടയ്ക്ക് പോസിറ്റീവ് ആവുന്നുണ്ട്, ഇടയ്ക്ക് നെഗറ്റീവ് ആവുന്നുണ്ട്. സോ നമ്മൾ അതിനെ ആ സ്പ്ലിറ്റ് മാറുന്ന സ്ഥലത്തൊക്കെ വെച്ച് കട്ട് ചെയ്യണം. സോ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് 0-ൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, 1-ലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 0-ലും 1-ലൊക്കെ വെച്ച് കട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇൻ്റഗ്രൽ -1 to 2 എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി നമ്മൾ -1 to 0 ആദ്യം കാണണം, ദെൻ 0 to 1 ആദ്യം കാണണം, ദെൻ 1 to 2 ആദ്യം കാണണം. ഓക്കെ, അങ്ങനെയാണ് കാണേണ്ടത്. ഇൻ്റഗ്രൽ -1 to 2 മോഡ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് കാണേണ്ടത്. സോ ഇവിടെ മോഡാണ് നമുക്ക് എടുക്കേണ്ടത്. നെഗറ്റീവ് വാല്യൂവിൻ്റെ മോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദാറ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഇഫ് എ ഈസ് ലെസ് ദാൻ 0, മോഡ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, -a ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ -1 to 0 എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് അത് അതുപോലെ എഴുതി. ഇനി വരുന്നത് പ്ലസ് ഇന്റഗ്രൽ 0 to 1 മൈനസ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് ആണ്. ബിക്കോസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ക്ലോസ് ഇന്റർവൽ 0 to 1 നെഗറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് അവിടെ ഒരു മൈനസ് വരുന്നത്. പ്ലസ് ഇന്റഗ്രൽ 1 to 2 എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് നമുക്ക് നേരെ തിരിച്ചും ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 0 എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to 1 എക്സ് മൈനസ് എക്സ് ക്യൂബ്, ആ മൈനസിന് ഉള്ളിലേക്ക് എടുത്തു, ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 2 എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെ, എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ആണ്. അങ്ങനെയുള്ള ആ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എങ്ങനെയാണോ ചെയ്താൽ അതുപോലെ തന്നെ ചെയ്യണം. ദെൻ വി അപ്ലൈ ദി ലിമിറ്റ്സ്. ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ടു ദ ലിമിറ്റ്സ് -1 to 0 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 4 to the limits 0 to 1 plus x raised to 4 divided by 4 minus x square divided by 2 to the limits 1 to 2. Okay, ഇവിടെ ലിമിറ്റ്സ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, കൃത്യമായി എഴുതി ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എറർ വരാൻ സാധ്യതയുണ്ട്. സോ മൈനസ് ഓഫ് 1/4 മൈനസ് അപ്പർ ലിമിറ്റ് അവിടെ 0 ആണ് ഫസ്റ്റത്തേൽ, സോ അത് നമ്മൾ എഴുതിയില്ല. മൈനസ് 1/4 മൈനസ് 1/2 പ്ലസ് 1/2 മൈനസ് 1/4 പ്ലസ് 4 മൈനസ് 2 മൈനസ് ഓഫ് 1/4 മൈനസ് 1/2. ഓക്കെ, കൃത്യമായി എക്സ്പാൻഡ് ചെയ്യുക. then we get 3/2 minus 3/4 plus 2 is equal to 11/4. ഓക്കെ, ആ P2 പ്രോപ്പർട്ടി യൂസ് ചെയ്താണ് നമ്മൾ മിക്കവാറും മോഡിൻ്റെ പ്രോബ്ലംസ്
ഇൻ്റഗ്രൽ ഓഫ് എ മോഡ്, ഇൻ്റഗ്രൻ്റ് മോഡ് ഉള്ളതായിട്ട് വരുമ്പോൾ നമ്മൾ മിക്കവാറും P2 പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തായിരിക്കും ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ എക്സ് ക്യൂബ് മൈനസ് എക്സിൻ്റെ സൈനുകൾ ചേഞ്ച് ചെയ്യണത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ ലിമിറ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്താലും കിട്ടുന്നത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, ആ എക്സ് ക്യൂബ് മൈനസ് എക്സിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കണം നമ്മുടെ സ്പ്ലിറ്റിങ്ങും നമ്മൾ ചെയ്യുന്നതും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. നമുക്ക് ആ പ്രോബ്ലത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് P4ഉം P6ഉം ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത പ്രോബ്ലം. ബൈ യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എവാലുവേറ്റ് ദി integral 0 to pi log of 1 plus cos x dx. നമ്മൾ അതിനെ I ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi log of 1 plus cos x dx. P4 പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് P4 പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f of a minus x dx. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എയുടെ സ്ഥാനത്ത് പൈ ആണുള്ളത്. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ലോഗ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണ്. സോ എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് ഓഫ് 1 പ്ലസ് കോസ് ഓഫ് പൈ മൈനസ് എക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പം എന്ത് വരും? ഐ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to pi ലോഗ് ഓഫ് 1 പ്ലസ് കോസ് ഓഫ് പൈ മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to pi ലോഗ് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ആഡിങ് ദ ടു വാല്യൂസ് ഓഫ് ഐ വി ഗെറ്റ്, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഐൻ്റെ വാല്യൂ രണ്ട് കിട്ടി. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi കോസ് ഓഫ് 1 പ്ലസ് കോസ് എക്സും കിട്ടി. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi ലോഗ് ഓഫ് 1 മൈനസ് കോസ് എക്സും കിട്ടി. അത് രണ്ടും ആഡ് ചെയ്യുന്നു. 2i ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi ലോഗ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് ലോഗ് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നായി. നമുക്കറിയാം ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ എന്ന് പറയുന്നത് ലോഗ് പി ക്യൂ ആണ്. സോ ഇൻ്റഗ്രൽ 0 to വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi ലോഗ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi ലോഗ് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക്കൽ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi ലോഗ് സൈൻ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ആണ്. ആ സൈൻ സ്ക്വയർ എക്സിൻ്റെ 2 എന്ന് പറയുന്നത് ലോഗ് പി റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ലോഗ് പി ആണ്. സോ ആ 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. സോ ഐ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ 0 to pi ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് P6 പ്രോപ്പർട്ടിയാണ്. P6 പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഹിയർ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നെയാണ്. സോ ആ പ്രോപ്പർട്ടി 6 യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 2 ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ P4 യൂസ് ചെയ്തിട്ട് ഐ ഈസ് ഈക്വൽ ടു എന്തായി? P4 എന്ന് പറയുന്നത് എന്തായിരുന്നു? P4 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi by 2 ലോഗ് കോസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യുക. ആഡിങ് 2 വാല്യൂസ് ഓഫ് ഐ വി ഗെറ്റ് 2i ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു integral 0 to pi by 2 log of sin x cos x എന്ന് കിട്ടി. ദാറ്റ് ഈസ്
ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് അതെന്ന് പറയുന്നത് ലോഗ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഐ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. സോ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് ലോഗ് 2 മൈനസ് ലോഗ് 2 ഡി എക്സ് എന്ന് എഴുതാം. ജസ്റ്റ് ലോഗ് 2 ആഡ് ചെയ്തു, ലോഗ് 2 സബ്സ്ട്രാക്ട് ചെയ്തു, ചേഞ്ചസ് ഒന്നും വരില്ല ഇൻ്റഗ്രലിൽ. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ഓഫ് സൈൻ 2x dx മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് 2 dx. ജസ്റ്റ് നമ്മൾ ആ ലോഗ് 2 എന്നുള്ളതിനെ ലോഗ് സൈൻ എക്സ് കോസ് എക്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ലോഗ് ഓഫ് സൈൻ 2x എന്ന് എഴുതി. നമുക്കറിയാം 2 sin x cos x എന്ന് പറയുന്നത് സൈൻ 2x ആണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. 2x എന്ന് പറയുന്നത് u ആണ് ഇൻ ദ ഫസ്റ്റ് ഇൻ്റഗ്രൽ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താവും 2 dx എന്ന് പറയുന്നത് du ആയിരിക്കും. വെൻ എക്സ് ഈക്വൽ ടു, ലിമിറ്റും ചേഞ്ച് ചെയ്യണമല്ലോ, എക്സ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ യുവിൻ്റെ വാല്യൂ 0 ആണ്. വെൻ എക്സ് ഈക്വൽ ടു π/2 യുവിൻ്റെ വാല്യൂ പൈ ആണ്. സോ ദോർഫോർ ഇൻ്റഗ്രൽ ഐ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π ലോഗ് സൈൻ യു ഡി യു മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് 2 ഡി എക്സിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് മൈനസ് π/2 ലോഗ് 2 ആണ് അതിൻ്റെ വാല്യൂ, വിച്ച് ഈസ് ഈക്വൽ ടു 2/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് സൈൻ യു ഡി യു മൈനസ് π/2 ഇൻറ്റു ലോഗ് 2 വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മളവിടെ യൂസ് ചെയ്യുന്നത് P6 തന്നെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ ഓഫ് പൈ മൈനസ് യു എന്ന് പറയുന്നത് സൈൻ യു ആയതുകൊണ്ട് വീണ്ടും പ്രോപ്പർട്ടി 6 യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ എഴുതി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 ലോഗ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് π/2 ലോഗ് 2. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് P0 പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ദാറ്റ് ഈസ് യുവിൻ്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് കൊടുക്കാം, ഒരു വ്യത്യാസമില്ല. നമ്മൾ ആ ഫംഗ്ഷനാണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, ഐ ഈസ് ഈക്വൽ ടു I/2 മൈനസ് π/2 ലോഗ് 2 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് I/2 ഈസ് ഈക്വൽ ടു മൈനസ് π/2 ലോഗ് 2, ഇംപ്ലൈസ് ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ലോഗ് 2. ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ഇൻ്റഗ്രൽ 0 to π ലോഗ് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ഡി ഈക്വൽ ടു മൈനസ് പൈ ലോഗ് 2 ആണ്. ഓക്കെ, നമുക്ക് ഈ ഭാഗം നമുക്ക് ഈ ലോഗ് സൈൻ എക്സിൻ്റെ രീതി വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് നമുക്ക് അവിടെ ചെയ്ത് അവസാനിപ്പിക്കാം. നീ അങ്ങനെ ചെയ്യാം, നീ എങ്ങനെ ചെയ്യാം, രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.